ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പണിസ്ഥലത്തെ വിശേഷങ്ങൾ തന്നെയാണേ. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശയും സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന തിരക്കിലാണ് രാവിലെ. അപ്പോൾ നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ ഇവിടുത്തെ അപ്പന് ഇഷ്ടം. അതുകൊണ്ട് നല്ല മൊരിച്ചിൽ വേണം. ആ ഒരു രീതിക്കാണ് ദോശ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദോശയിൽ കുറച്ച് കുത്തുകൾ വീണതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ആക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ അത് മറിച്ചിട്ടൊന്ന് വേവിക്കുമ്പം നല്ല അടിപൊളി നല്ല മൊരിഞ്ഞ ദോശയായിട്ട് കിട്ടും കേട്ടോ. അപ്പം മൊരിയാത്ത ദോശ ഇവിടെ അപ്പന് അങ്ങനെ ഒരു താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ നല്ലോണം തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് വേഗം പോകുന്നതാണ്. ഞാനും ചേച്ചിയും ചായ കുടിച്ച് അപ്പൻ ചായ കുടിച്ച് ആ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി വെച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ മീൻ മുറിക്കാൻ വേണ്ടി വന്നത്. അപ്പം നല്ല അടിപൊളി മത്തി കിട്ടീനെ. ഇപ്പം മത്തീൻ്റെ ഒരു ചാകരയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഫുൾ ടൈം മത്തിയായിട്ടും അയില, മത്തി, മാന്ത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അധികം വലിയ മീൻ അങ്ങനെ ഇപ്പോൾ കിട്ടലില്ല. ഇതന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതൊരു നല്ല കറി വെച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങാക്കറിയിൽ മാങ്ങ ഇട്ടിട്ടാട്ടോ. അപ്പോൾ 2 മത്തി പൊരിക്കാനും വെച്ചിട്ടുണ്ട്. അത് മതിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ മസാല ഒന്ന് തേച്ച് വെക്കണം. ആ 2 എണ്ണം. പിന്നെ ചോറ് ഇതാ വെന്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചോറിൻ്റെ മുകളിൽ നല്ല വെള്ളം തിളപ്പിക്കാൻ വെച്ചിന്. ചോറിൽ വെള്ളം തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം വേഗം കറി വെക്കാനുള്ള പരിപാടിയിലാണ്. സാധാ പോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന രീതി. എല്ലാവർക്കും ഇപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഈ രീതിക്ക് വല്ല വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കറി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കൂടെ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു സുഖമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു രീതിക്കായാലും കറി ഉണ്ടാക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണത്. അപ്പം ഈ ഒരു സ്റ്റൈലാണ് ഇവിടെ ഞങ്ങൾ ചെയ്യൽ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അതന്നെ ചെയ്യണത്. ഇങ്ങനെ കലക്കി കൂട്ടി വെക്കൽ അങ്ങനെ ചെയ്യലില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ മീനിൽ കുറച്ച് മസാല തേച്ച് വെക്കുന്നുണ്ട്. നമ്മളെല്ലാം മീൻ കൂട്ടുന്ന മസാല എല്ലാവർക്കും അറിയില്ലേ, അതുപോലെ തന്നെ ഒരു കുഞ്ഞു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് സെറ്റായിട്ട് വേണമെങ്കിൽ ഇന്ന് പൊരിക്കാമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ എടുത്ത് വെക്കണം. വൈകുന്നേരം രാത്രിക്ക് വേണമെങ്കിൽ പൊരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഉള്ളിയും തക്കാളിക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തീ കുറച്ച് സ്ലോ ആക്കി വെക്കണോണ്ട് തന്നെ വഴന്ന് കിട്ടാൻ കുറച്ച് താമസം കേട്ടോ. അധികമായിട്ട് സ്പീഡ് കൂട്ടി വെച്ചാലോ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകുന്നുള്ളൊരു പേടിയാണ്. അതുകൊണ്ട് ഞാൻ സ്ലോ ആക്കി വെച്ച് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി മൂത്ത് വന്നതിൻ്റെ ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് കേട്ടോ. നമ്മളെ വീട്ടിലെ എരിവൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ ഈ വീട്ടിലെ ആൾക്കാർ എരിവ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു മിക്സ് ചെയ്യലാട്ടോ. അപ്പോൾ അത് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളച്ച വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ. മാങ്ങ ഇട്ട് വെക്കണോണ്ട് തന്നെ പുളി ഒഴിച്ച് കൊടുക്കില്ല. അപ്പം മാങ്ങ മുറിച്ച് വെച്ചത് ഈ കറിയിലുള്ള ഈ വെള്ളം തിളച്ചതിൻ്റെ ശേഷം നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിന്. അതിൻ്റെ ഇടയിൽ ഉപ്പേരി ഉണ്ടാക്കണം. ഉപ്പേരിക്ക് കയ്പ്പയാണ് കേട്ടോ. എന്നാലും നമ്മൾ അരിഞ്ഞ് വെച്ചിന് കയ്പ്പ. അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ അത് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുക. അപ്പം കറി തിളച്ചപ്പോൾ ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആ മാങ്ങ പകുതി വേവാകുമ്പോഴേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഈ ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചതാട്ടോ. ആ തീയും നല്ല സ്പീഡ് കുറച്ച് വെച്ച് സാവധാനം ചൂടായാൽ മതി എന്ന് വിചാരിച്ചതാണ്. അപ്പം ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിന്. അപ്പോൾ എല്ലാം കൂടി തകൃതിയായ പണിയാട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നേരം വൈകണ്ടല്ലോ, എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അതിനോണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടുക് പൊട്ടാൻ കുറച്ച് താമസം എടുത്ത്, തീ ഞാൻ സ്പീഡ് കൂട്ടാത്തതുകൊണ്ടാണ് കേട്ടോ കടുക് പൊട്ടാൻ താമസം എടുക്കുന്നത്. അപ്പോൾ എല്ലാം പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റാണ് കേട്ടോ. ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്. വലിയ ഉള്ളീൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പിന്നെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് യോജിച്ച് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം കറിയിലേക്കുള്ള. അപ്പോൾ ആ ഒരു പണിയിലാട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ച് വെച്ചത് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് കൂട്ടിയിട്ടൊന്ന് അരയ്ക്കുകയാണ്. അപ്പോഴേക്ക് ഉള്ളി വഴന്ന് വന്നപ്പോൾ ഞാൻ വേഗം കയ്പ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. കയ്പ്പ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. എന്നിട്ട് തേങ്ങ ഒന്നും കൂടി മിക്സി കറക്കണം. അപ്പം
ഇടയിൽ ഓരോ പണികളുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ നിൽക്കണ ഒരു ഇതില്ല. അപ്പോൾ ഉപ്പുണ്ടോ നോക്കിയതാട്ടോ സംഭവം. ഉപ്പുണ്ട്, വേണമെങ്കിൽ കുറച്ച് വേവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിക്കട്ടെ. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ആയി. ചോറ് സിമ്മിലാക്കിയിട്ടുകൊണ്ട് തന്നെ മെല്ലെ വേവുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് പിന്നെ നമ്മളെ മസാലക്കറിയിലുള്ള മാങ്ങയും എല്ലാം വെന്തപ്പം നമ്മൾ മത്തി ഇട്ട് കൊടുത്തിട്ട് ആ മത്തി ഒന്ന് കറിയിലൊന്നും താഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് വേവണം. അത് തിളച്ചിട്ട് വേണം നമുക്ക് അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പം തേങ്ങ അരച്ച മത്തിക്കറിയിൽ മാങ്ങ ഇടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. പ്രത്യേകം പറയൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മാങ്ങ ഇട്ട മീൻകറി ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം അത് കൂട്ടി ചോറ് തിന്നാൻ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. സത്യമായിട്ടും പറയാണ്, കള്ളത്തരം പറയല്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇങ്ങനത്തത് വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ മാങ്ങ ആ സമയം കൊണ്ടൊക്കെ വെന്തിന് കേട്ടോ. മാങ്ങ വെന്ത് മത്തി വെന്ത്. അപ്പോൾ തേങ്ങ അരച്ച് വെച്ചത് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കൂല കേട്ടോ. മീൻകറിയിലേക്കൊക്കെ കുറച്ച് തേങ്ങ അരച്ചതേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ കൂടുതലാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ തേങ്ങ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കലക്കി കൂട്ടി റെഡിയാക്കിന് കേട്ടോ. ഇനി അതും കൂടി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇടയ്ക്ക് നമുക്ക് ഉപ്പേരി ഒന്ന് നോക്കാം. ഉപ്പേരീൻ്റെ പാത്രം കൈകൊണ്ട് തൊടാൻ വയ്യ, ചൂടാണേ. അപ്പോൾ അതൊന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തേങ്ങ ചിരവി എടുക്കണം. തേങ്ങ ചിരവി എടുക്കുകയെന്ന് വെച്ചാൽ നാളെ ഞായറാഴ്ചയാണല്ലോ. അപ്പം നാളെ ഞാൻ പണിക്ക് പോവില്ല. അപ്പം നാളെ ചേച്ചിക്ക് വല്ല ആവശ്യം തേങ്ങ കൊണ്ടുണ്ടെങ്കിൽ അത് നടക്കണ്ടേ. അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടാട്ടോ പോവുക. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഞായറാഴ്ചൻ്റെ അന്നേക്ക് ചേച്ചിക്ക് വേണ്ടതൊക്കെ അവിടെ ചെയ്ത് വെക്കും കേട്ടോ. അപ്പം ഈ തേങ്ങ ഒന്ന് ചിരവി എടുക്കട്ടെ. ഒരു 2 മുറി തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ചോറൊന്ന് റെഡിയാണ്. അതൊന്ന് റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെ ബാക്കി പണികളൊക്കെ കഴിയുമ്പോഴേക്കും അതവിടെ കിടന്നു നല്ല വെന്ത് റെഡിയാവും. പിന്നെ അത് വാർക്കാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ അടുപ്പൊന്ന് മാറ്റി ഉപ്പേരീൻ്റെ നല്ല സ്ട്രോങ് അടുപ്പത്തേക്ക് വെച്ചിനെ. അപ്പോൾ ബാക്കിയുള്ള തേങ്ങയും കൂടി ഒന്ന് ചിരവി എടുക്കുന്നുണ്ട്. അതും കൂടി ആയാലും ഇന്നത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഉപ്പേരി നല്ല ഉഷാറായി വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ വാരി ഇട്ട് കൊടുക്കണം. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, ഒരു കുഞ്ഞു മഞ്ഞ കളറിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഉപ്പേരീൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. പിന്നെ ഫ്ലാസ്കിലേക്ക് ഒഴിക്കാൻ കുറച്ച് തിളച്ച വെള്ളം ഉണ്ടാക്കണം. ഫ്ലാസ്കിൽ നിറച്ച് വെക്കാനായിട്ട് അവർക്ക് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പം കറിയൊക്കെ ഞാൻ വേറെ മറ്റു അടുക്കളയിലേക്ക് കൊണ്ടുവച്ചിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ കറി. ഇനി ഒന്ന് പുറത്തിറങ്ങി നോക്കണം. കുറച്ച് നേരമായാലും അകത്തേക്ക് കയറിയിട്ട്. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നിൽക്കാൻ വിചാരിച്ചു. അപ്പം ആ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീടിൻ്റെ പണിയൊക്കെ തുടങ്ങിയെന്ന് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഒരു അയൽവാസികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വെയിലുള്ളൊരു കാലാവസ്ഥ. ഉച്ചയ്ക്ക് ശേഷം ഇനി ഏതാ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അടിപൊളി മഴയും പെയ്തിട്ടോ. ഇനി നേരെ നമുക്ക് അടുക്കളയിലേക്ക് തന്നെ പോവാം. അടിച്ചു വരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചേച്ചി കുറച്ച് ജ്യൂസ് അടിച്ച് വെച്ചതുണ്ടേനി. അപ്പം ഞാനും ചേച്ചിയും അപ്പനും എല്ലാവരും ജ്യൂസ് കുടിക്കുക കേട്ടോ. അപ്പം ആക്രാന്തം കാട്ടി കുടിക്കല്ല കേട്ടോ. ഇത് വേഗം കുടിച്ചിട്ട് വേണം അടുത്ത പണി തുടങ്ങാൻ. അതാണ് ഇനി നമുക്ക് പണി ബാക്കി കിടക്കല്ലേ. അപ്പം വേഗം കുടിക്കുകയാണ്. അല്ലാതെ സ്പീഡ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് ഞാൻ ഇത് കുടിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാനായിട്ട് പോവാൻ. അപ്പോൾ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ആദ്യം കസേരേൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ചിട്ടിരുന്നു കേട്ടോ. ഇനി ഒന്നും കൂടി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ആദ്യം തുടച്ചിട്ടതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ ഒരു സൈഡും കൂടി തുടയ്ക്കുന്നത്. കസേരയൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഞാൻ തുടച്ചതാണ് അവിടെയൊക്കെ. അപ്പോൾ ഒന്നും കൂടി ഞാൻ അതിൻ്റെ ഉള്ളിലോട്ടേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടാമത്തെ വട്ടാട്ടോ ഡൈനിങ് ഹാളിൻ്റെ ആ വരാന്ത പോലുള്ള സ്ഥലത്തേക്ക് ഒന്നും കൂടി തുടയ്ക്കണതായിട്ട് മൂപ്പായിട്ട് ചെന്നത്. അപ്പം നമുക്ക് അതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച്. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കാണാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഞാൻ പണിക്ക് പോണ വീടിൻ്റെ. അപ്പോൾ ഇതാ മറ്റേ അടുക്കളയും കൂടി നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടിയൊക്കെ കഴിഞ്ഞാലേ നമ്മൾ ഇന്നത്തെ പണിയൊക്കെ കഴിയുള്ളൂ. അപ്പോഴേക്ക് ചേച്ചിനെ തിരഞ്ഞൊരു ചേച്ചി വന്നതാട്ടോ അവിടെ. അപ്പോൾ ആ ചേച്ചിനോട് ഞാൻ അവിടെ ഇരുന്നോളി എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഓരോട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും തുടയ്ക്കണ പണിയിലാണ്. അപ്പോൾ ഇനി നേരെ നമുക്ക് പാചകം ചെയ്യുന്ന അടുക്കളയൊന്ന് തുടച്ചെടുക്കണം. അപ്പുറത്തെ ലൈറ്റൊക്കെ ഓഫാക്കി ഞാൻ നേരെ ഇവിടെ തുടയ്ക്കാൻ വേണ്ടി വന്നതാട്ടോ. ഇവിടെയാണല്ലോ നമ്മളെ പാചകം മുഴുവൻ കിടക്കണത്. അപ്പോൾ ഇവിടെയും വേഗം ഒന്ന് തുടച്ച് ഉഷാറാക്കി എടുക്കണം കേട്ടോ. നല്ല അടിപൊളി ടൈലൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുടച്ച് വൃത്തിയാവും കേട്ടോ. അങ്ങനെ ഗ്യാസുമ്മത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ കറിയൊക്കെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവച്ചത് കേട്ടോ. ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമുള്ളൂ. ഇവിടെ നിന്ന് ഒരിക്കൽ എടുത്ത് കഴിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഞാൻ നേരെ ഇവിടേക്ക് തന്നെ കൊണ്ടുവച്ചത്.
ഇനി വലിയ വിഷയമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഓർക്ക് ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ ഓരെടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഞാനിനി വേഗം മാറ്റാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോഴാണ് പുറത്തെ വെയിൽ കണ്ടപ്പം പുറത്തെ കാലാവസ്ഥയും കൂടി നമുക്കൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ആ കാലാവസ്ഥയും കൂടി ഒന്ന് എടുത്തതാട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ മുറ്റം അടിച്ച് കയറ്റിയിട്ടതാണ്. പക്ഷെ പോകാനാവുമ്പോഴേക്കും നല്ലോണം മാവിൻ്റെ ഇല വീഴും കേട്ടോ. മുറ്റത്ത് ഈ 2 മാവുണ്ട്. ഈ മാവുമത്തെ മാങ്ങ പറിച്ചിട്ടാണ് നമ്മൾ കറിയിലൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പം നല്ല ഫ്രഷ് മാങ്ങയാണ് നമ്മൾ പറിച്ച് നമ്മൾ കറിയിലേക്കൊക്കെ ഇടുന്നത്. അപ്പം ഈ ഒരു മുറ്റാണ് രാവിലെ വന്നാൽ അടിച്ചു വരാനൊക്കെ ഉള്ളത് കേട്ടോ. ഈ ഒരു മുറ്റേ കാര്യമായിട്ട് കുറച്ചൊരു വലിപ്പമുള്ളൂ. പിന്നെ 2 സൈഡിലൊന്നും അങ്ങനെ വലിപ്പമൊന്നുമില്ല. അപ്പോൾ അത് അപ്പൻ്റെ അനിയൻ്റെ മോൻ്റെ ബൈക്കാണ് കേട്ടോ. രാവിലെ കൊണ്ടുവന്ന് നിർത്തിയിടുന്നതാണ്. പിന്നെ ഇത് ഡൈനിങ് ഹാളാണ്. അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, പിന്നെ ഫോട്ടോസ് കാര്യങ്ങൾ ഷോക്കേഴ്സിലൊക്കെ നിറച്ചും ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം വിശദമായിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. പിന്നെ നമ്മൾ ഈശോൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ അടുത്താണ് ടി വിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ ഒരു ഫാനൊക്കെ ഉണ്ട് കേട്ടോ, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫാൻ ഇപ്പോൾ പുതിയതായിട്ട് ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വലിയൊരു ടി വി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കൊച്ചുമക്കളൊക്കെ വന്നാൽ ടി വി ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നമ്മൾ ഈ വീട്ടിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ പോകാൻ റെഡിയായി, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.